ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ഓരോ ദിവസവും നമ്മുടെ നടുവിൽ ചെയ്യുന്ന തൻ്റെ വിശ്വസ്ത പ്രവൃത്തികൾ, ഓരോ ദിവസവും നമ്മുടെ നടുവിലേക്ക് അവിടുന്ന് അയക്കുന്ന അവിടുത്തെ ആത്മാവിൻ്റെ പകർച്ചകൾ, ദൈവത്തിൻ്റെ ജീവനുള്ള തിരുമൊഴികൾ, ഇതൊക്കെ നമ്മുടെ ബലഹീനതകളിൽ നമ്മെ താങ്ങാൻ, നമ്മുടെ വീഴ്ചകളിൽ നമ്മെ എഴുന്നേൽപ്പിക്കാൻ, നമ്മുടെ വേദനകളിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ ഒക്കെ വളരെ സഹായകവും പര്യാപ്തവുമാണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ഇന്നും ദൈവം വളരെ ശക്തിയേറിയ മൂർച്ചയേറിയ തൻ്റെ വചനത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അതിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഓരോരുത്തരോടും ഹൃദ്യവും വ്യക്തവുമായി സംസാരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ, വളരെ ദാഹത്തോടെ, പ്രത്യാശയോടെ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ജീവനുള്ള തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോൾ തന്നെ ദിവസവും രാവിലെ, എല്ലാ ദിവസവും രാവിലെ 6:30-ക്കും വൈകുന്നേരം 6:30-ക്കും നമ്മുടെ സന്ദേശങ്ങൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാ ദിവസവും നടക്കുന്ന ഈ മീറ്റിങ്ങിൽ, 2 നേരവും നടക്കുന്ന ഈ മീറ്റിങ്ങിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനകളും ഞാൻ ചോദിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന അധികം വർദ്ധിപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പൈശാചിക സാമ്രാജ്യങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കൂട്ടമായി ദൈവത്തിൻ്റെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അങ്ങനൊരു വിളിയാണ്. വാഴ്ചകളോടും അധികാരങ്ങളോടും എതിർത്ത് നിൽക്കാൻ തക്കവണ്ണമുള്ള സ്വർഗീയ പൗരത്വം നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും മൗനമായിരിക്കാൻ കഴിയത്തില്ല, ആർക്കും വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല, ആർക്കും പിന്മാറിപ്പോകാൻ കഴിയത്തില്ല, ആർക്കും റെസ്റ്റ് എടുക്കാൻ കഴിയാതെ വണ്ണം ദൈവം നമ്മെ എല്ലാവരെയും ഇങ്ങനെ ഉദ്യമിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദൈവം നിന്റെ കയ്യിൽ ഒരു ആയുധം ഏൽപ്പിച്ചാൽ നിനക്ക് വാങ്ങാൻ തക്കവണ്ണം കൈക്ക് ബലമുണ്ടോ? ഇന്ന് അത്രയും ചിന്തിച്ചാൽ മതി. ദൈവം നമ്മുടെ കയ്യിൽ ഒരു ആയുധം ഏൽപ്പിച്ചാൽ, ദൈവം നമ്മുടെ കയ്യിൽ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചാൽ, ഒരു അസൈൻമെൻ്റ് ഏൽപ്പിച്ചാൽ കൈവിറയ്ക്കാതെ വാങ്ങാൻ തക്കവണ്ണമുള്ള ധൈര്യമുണ്ടോ? അതോ അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നീ ഭയത്തിലിരിക്കുകയാണോ? ദൈവത്തെ വിളിച്ചാൽ കഷ്ടതയേറും, ദൈവത്തെ വിളിച്ചാൽ ബുദ്ധിമുട്ട് വർദ്ധിക്കും, ദൈവത്തെ വിളിച്ചാൽ പോരാട്ടം ഒഴിഞ്ഞിട്ട് സമയമില്ല എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന വാക്കും കേട്ട് നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു ഭയം ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ താങ്കളോട് കൈമാറുകയാണ്. വിളിച്ചവൻ വിശ്വസ്തൻ. അത്രമാത്രം എനിക്ക് പറയാൻ അറിയൂ. അവൻ്റെ വിശ്വസ്തതയ്ക്കകത്തുണ്ട് എൻ്റെ പോരാട്ടത്തെ ജയിപ്പിക്കാനും, എൻ്റെ പ്രതിസന്ധികളെ മറികടക്കാനും, എൻ്റെ രോഗങ്ങളെ ജയിക്കാനും, എനിക്കെതിരെയുള്ള പൈശാചിക ശക്തികളോട് പൊരുതി നിൽക്കാനുള്ള സമയാസമയങ്ങളിലുള്ള ഇൻസ്ട്രക്ഷൻ തരാൻ ദൈവം വിശ്വസ്തനാണ്. ആ സ്വർഗീയ ശബ്ദത്തിലേക്ക് ഞാൻ എൻ്റെ കാതുകളെ കോർപ്പിച്ച് വയ്ക്കുകയാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ആ സ്വർഗീയ ശബ്ദത്തിലേക്ക്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് പ്ലാൻ? ദൈവത്തിൻ്റെ അടുത്ത ഒരു പ്ലാൻ എന്താണ്, ദൈവത്തിൻ്റെ അടുത്ത പ്ലാൻ എന്താണ് എന്ന് അറിയാൻ വേണ്ടി ആ സ്വർഗത്തിലേക്ക് ഞാൻ എൻ്റെ കാതിനെ ട്യൂൺ ചെയ്ത് വെക്കുകയാണെന്ന് പറയുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ഒരുപക്ഷെ സുഹൃത്തെ, നമ്മൾ തമ്മിൽ മുഖാമുഖമായി കണ്ടിട്ടില്ലെങ്കിലും ഓരോ ദിവസവും അങ്ങേക്ക് ആവശ്യമായ വചനങ്ങൾ ഒരു സാധാരണക്കാരനാകുന്ന എന്നിലൂടെ ദൈവം സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ അവിടുത്തെ വിശ്വസ്തതയാണ് നിഴലിച്ച് നിൽക്കുന്നത്. എൻ്റെ സുഖകാലമേതെന്നും, എൻ്റെ കഷ്ടകാലമേതെന്നും, എൻ്റെ കഷ്ടത്തിൻ്റെ അവസ്ഥകളേതെന്നും, എൻ്റെ സന്തോഷത്തിൻ്റെ അവസ്ഥകളേതെന്നും വ്യക്തമായി ദൈവം മനസ്സിലാക്കുന്നത് കൊണ്ട് സമയാസമയങ്ങളിൽ അവിടുന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള തിരുവെഴുത്തുകൾ, ആലോചനകൾ, ദൂതുകൾ നമ്മൾ കണ്ടിട്ടുള്ളവരിലൂടെയും കാണാത്തവരിലൂടെയും എല്ലാം ദൈവം ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കും. നോക്ക്, അത് കാര്യം വേറൊന്നുമല്ല. ഈ ലോകത്തിൽ നമ്മെ മനസ്സിലാക്കുന്ന, നമ്മെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, നമ്മെ അക്സെപ്റ്റ് ചെയ്യുന്ന, നമ്മെ ഹോൾഡ് ചെയ്യുന്ന ഒരേ ഒരു കരമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ കരമാണ്. ഒരേ ഒരു കരമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ കരമാണ്. ആ കരം ഒരിക്കൽ നമ്മെ ചേർക്കുകയും ഒരിക്കൽ നമ്മെ തള്ളുകയും ചെയ്യുന്ന കരമല്ല.
ആ കരം ഒരിക്കൽ നമ്മുടെ സന്തോഷത്തെ സ്വീകരിക്കുകയും നമുക്കൊരു പോരായിക അല്ലെങ്കിൽ മേലാഴിക വരികയും ചെയ്യുമ്പോൾ നമ്മളെ തള്ളുന്നൊരു കരമല്ല. ആ കരം ഒരിക്കൽ നമ്മുടെ സുഖകാലത്ത് ചേർത്ത് നിർത്തുകയും കഷ്ടകാലത്ത് ഒഴിവാക്കി നിർത്തുകയും ചെയ്യുന്ന ഒരു കരമല്ല. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഇന്ന് ആ ദൂത് വേണ്ട ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കാണും. ആലോചന, ആ ചിന്ത, ഈ വാക്ക് വേണ്ട ആരെങ്കിലുമൊക്കെ ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൽ കാണും. കർത്താവ് എന്നും അങ്ങനെയാണ്. എന്നും ദൈവം വ്യക്തമായി കൂടി വന്നിരിക്കുന്ന ജനത്തോട് ഹൃദ്യമായി സംസാരിക്കുന്ന വിശ്വസ്തനായ ദൈവമാണ്. ഇതൊക്കെ ഞാൻ യാക്കോബിൻ്റെ ലേഖനം വായിച്ച സമയം വളരെ അനുഗ്രഹീതമായ ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ അനുഗ്രഹീതമായൊരു വചനം. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ള എല്ലാവരും ഒരാമേൻ ടൈപ്പ് ചെയ്യാവോ? സന്തോഷമുള്ള എല്ലാവരും രാമേൻ ടൈപ്പ് ചെയ്തേ. ദേ യാക്കോബ് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. 13-ാമത്തെ വാക്യം ബൈബിൾ തുറന്ന്, എല്ലാ ദൈവമക്കളും വചനം തുറന്നേ. അതിനകത്ത് കിടക്കുന്ന നോക്കിയേ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ഈസ് എനിവൺ among you suffering, let him pray. Is anyone cheerful, let him sing praise. കഷ്ടമനുഭവിക്കും, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും കഷ്ടമനുഭവിക്കുന്നവൻ അവൻ പോയി ചുരുട്ടുകൂടി കിടന്നുറങ്ങട്ടെ, ഭക്ഷണം ഉപേക്ഷിക്കട്ടെ, അവൻ ആരോടും മിണ്ടാതിരിക്കട്ടെ, അവൻ ആരെ കണ്ടാലും ചിരിക്കാതിരിക്കട്ടെ, അവൻ ദൈവത്തെ തള്ളിപ്പറയട്ടെ. ഇതൊന്നുമല്ല യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്നത്. കഷ്ടമനുഭവിക്കുന്നവൻ എന്ത് ചെയ്യണം എന്ന് 6000 വർഷങ്ങൾക്ക് മുൻപേ കർത്താവിൻ്റെ ആത്മാവ് ഈ തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യുഗങ്ങൾക്ക് മുൻപേ ദൈവം തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മീൻസ് ഈ ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് യാക്കോബ് അപ്പോസ്തലനല്ല, കർത്താവായ യേശുക്രിസ്തു തന്നെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ചുരുക്കം, അതിൻ്റെ സാരാംശം, അതിൻ്റെ ഒരു നുറുങ്ങ് അർത്ഥം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലോകത്തിൽ പ്രാർത്ഥന മാറ്റി വെച്ചുകൊണ്ട് ഒരു മനുഷ്യന് പോലും ജയാളിയായി ജീവിക്കാൻ കഴിയുകയില്ല. ഞാൻ പറഞ്ഞത് വ്യക്തമാക്കി തരാം. പ്രാർത്ഥന മാറ്റി വെച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ജയാളിയായി അല്ലെങ്കിൽ ജയിച്ച് മുൻപോട്ട് ഞാൻ പോകുന്നു എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയത്തില്ല. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവന് കഷ്ടത്തെ തരണം ചെയ്യാൻ ഏത് നിലയിലുള്ള കഷ്ടമാണോ, ഏത് നിലയിലുള്ള ദുഃഖമാണോ, ഏത് നിലയിലുള്ള അവസ്ഥകളാണോ അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുക എന്ന് യാക്കോബ് അപ്പോസ്തലന് പറയാമായിരുന്നിട്ടും എന്തിന് വിശുദ്ധ ദൈവത്തിങ്കലേക്ക് വിരൽ ചൂണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയണം? കഷ്ടത്തെ മറികടക്കാൻ പ്രവർത്തികൾ ചെയ്യാമായിരിക്കുമ്പോൾ കഷ്ടത്തെ മറികടക്കാൻ പ്രാർത്ഥിക്കാൻ, ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കാൻ യാക്കോബ് പഠിപ്പിക്കുന്നതിൻ്റെ കാരണം പ്രാർത്ഥനയിലൂടെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിലുള്ള ദൈവിക ശക്തിയെ ധരിച്ചതിനു ശേഷം ദൈവം തരുന്ന നിർദ്ദേശങ്ങളെ സ്വീകരിച്ച് ഒരു വ്യക്തി കഷ്ടത്തെ തരണം ചെയ്യാൻ എന്തെങ്കിലും ഒരു കർത്തവ്യം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് തടയാൻ ഇവന് കഷ്ടമുണ്ടാക്കിയ, ഇവന് പ്രതിസന്ധി ഉണ്ടാക്കിയ, ഇവൻ്റെ കണ്ണ് നിറയിച്ച, ഇവനെ കിടക്കയിൽ കിടത്തിയ, ഇവനെ നിന്ദിപ്പിച്ച ആ ദുരാത്മാവിന് അല്ലെങ്കിൽ ആ ദുർശക്തിക്ക് അല്ലെങ്കിൽ ആ ദുർഭൂതങ്ങൾക്ക് അല്ലെങ്കിൽ ആ സമയങ്ങൾക്ക് കഴിയുകയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ
യാക്കോബ് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം ഈ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുത്, അല്ലെങ്കിൽ സത്യം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കഷ്ടത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കരുത്. അനാവശ്യമായ വാഗ്ദാനങ്ങൾ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ കഷ്ടത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കരുത്. ഭോഷ്ക് സംസാരിച്ച് നിങ്ങൾ നിങ്ങളുടെ കഷ്ടത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കരുത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഷ്ടത്തിൽ നിന്ന് പുറത്തു വന്ന് കളയാം എന്ന് നിങ്ങൾ കരുതരുത്. 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വാക്യമാണിത്. നമ്മുടെ വിശുദ്ധ തിരുവെഴുത്തിനകത്ത് ഇതൊക്കെ കിടപ്പുണ്ടെങ്കിലും നമ്മൾ 1000 സത്യം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. രക്ഷപ്പെടാൻ വേണ്ടി സ്വർഗത്തെയും ദൈവത്തെയും ഭൂമിയെയും ഒന്നും ഒരു മയമില്ലാതെ സാക്ഷിയാക്കുന്ന വ്യക്തികളായിരിക്കാം. സ്ഥാനത്തും അസ്ഥാനത്തും ദൈവം എന്ന് പ്രയോഗിക്കുന്നവരായിരിക്കാം. സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവരുമായിരിക്കാം. എല്ലാത്തിനും ഒരു ഭംഗി വേണം, എല്ലാത്തിനും ഒരു ചിട്ട വേണം, എല്ലാറ്റിനും ഒരു തോത് വേണം. കാരണം ഈ ദൈവത്തെ എൻ്റെ നാവിലൂടെ ഉയർത്തുന്നത് പോലെ തന്നെ അസ്ഥാനത്തുള്ള ചില സംസാരങ്ങൾ, അസ്ഥാനത്തുള്ള ചില ഉച്ചാരണങ്ങൾ, അസ്ഥാനത്തുള്ള ചില പ്രയോഗങ്ങൾ ഈ ദൈവത്തിൻ്റെ നാമത്തെ നിന്ദിപ്പിക്കാം. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഒത്തിരി വാചാലന്മാരാകരുത് എന്നാണ് പറയുന്നത്. സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഒരു അനീതിയുള്ളവൻ നീതിമാനാകത്തില്ല. ദൈവത്തെ കൊണ്ട് സത്യം ചെയ്താൽ ഒരു കള്ളം സത്യമായി മാറത്തില്ല. അതുകൊണ്ട് യാക്കോബ് ഇങ്ങനെയാണ് സഭയെ ഉപദേശിക്കുന്നത്, ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത്, ദൈവജനത്തെ ഉപദേശിക്കുന്നത്, എന്നെ ഉപദേശിക്കുന്നത്, താങ്കളെ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങൾ കഷ്ടകാലത്ത് നിങ്ങൾ വാചാലന്മാരാകണം. സുഹൃത്തെ, കഷ്ടകാലത്ത് നിങ്ങൾ ആരെയും തേടി പോകണ്ട. കഷ്ടകാലത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ മതി. ഒരുവൻ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവൻ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കഷ്ടത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? യാക്കോബ് തന്നെ ആദ്യം അത് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചവർ കഷ്ടത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ടോ? 1. 2, കഷ്ടത്തിലായിരുന്നവർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? 3, കഷ്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? 3 കാര്യം. ഈ 3 കാര്യവും പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുമ്പോൾ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഞാനും നിങ്ങളും അത് ചെയ്യാൻ കടമ്പെട്ടവരാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. പ്രാർത്ഥന ഒരു ജൽപ്പനമാകരുത് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. പ്രാർത്ഥന മനുഷ്യൻ വിളങ്ങേണ്ടതിന് ആകരുത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നു. പ്രാർത്ഥന അത് ജഡത്തിലാകരുത് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. പലതും വിശുദ്ധ ബൈബിൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുറച്ച് സമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്നത് കഷ്ടകാലത്ത് നാം ആ അവയെയൊക്കെ മറികടക്കുവാൻ എന്ത് ചെയ്യണം എന്ന ഒരു ടോപ്പിക്ക് മാത്രമാണ്. വലിയൊരു സബ്ജക്റ്റ് ആണെങ്കിലും ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം നമുക്ക് എല്ലാവർക്കും പ്രയോജനത്തിന് വേണ്ടി ഞാൻ 1-2 വചനഭാഗങ്ങൾ മാത്രം എടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. നമ്മൾ ആരും ഈ പറഞ്ഞ അവസ്ഥകളെ തരണം ചെയ്യാത്തവരല്ല, കടന്നു പോകാത്തവരല്ല. യാക്കോബിനെ പോലെ ഇത്രയും ഒരു മൂപ്പൻ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രായമുള്ള ഒരു അപ്പോസ്തോലനാണ് ഇത്രയും വലിയ കാര്യത്തെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ്.
ശുദ്ധ തിരുവെഴുത്തുകളിൽ നമ്മൾ അതിനെ വളരെ 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 കാര്യഗൗരവത്തോടെ നമ്മൾ സമീപിക്കുന്ന സമയം ഒരു വാക്ക് പോലും ചില സമയം നമുക്ക് ഭയങ്കര ഷാർപ്പായിട്ട് കൊള്ളാറുണ്ട്. ഞാൻ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ചില വചനഭാഗങ്ങൾ ദൈവം തരുന്ന വെളിപ്പാടുകൾക്കൊത്തവണ്ണം സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു, അനേകർക്ക് അനുഗ്രഹമാകുന്നു. പക്ഷേ എൻ്റെ വ്യക്തിപരമായ നിമിഷങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം സ്വർഗത്തിലെ ദൈവം ഞാൻ എടുത്തു പ്രസംഗിച്ച വാക്യവചനങ്ങൾ തന്നെ എൻ്റെ മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ അതിനകത്ത് ഇത്രയും ആഴമേറിയ സത്തുകൾ, മുത്തുകൾ, വൈഡൂര്യങ്ങൾ, അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ദൈവശക്തികൾ ഇനിയും മറഞ്ഞു കിടപ്പുണ്ടായിരുന്നല്ലോ എന്നും എൻ്റെ ജീവിതത്തോട് താതാത്മ്യപ്പെടുന്ന എത്ര 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 ആഴമേറിയ വചന സത്യങ്ങളാണ് സ്വർഗം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതെന്നും വളരെ ആശ്ചര്യത്തോടെ ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാനെന്ന് തുറന്നു പറയുകയാണ്. ഓരോ ദിവസവും ഈ തിരുവെഴുത്തിനോട് എനിക്ക് ഇത്രയും താല്പര്യം തോന്നാനുള്ള കാരണം പല ഘട്ടങ്ങളിലും ഒരമ്മയ്ക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നതിനേക്കാളും, ഒരു ഭാര്യയ്ക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നതിനേക്കാളും, മക്കൾക്ക് നമ്മോട് സംസാരിക്കാൻ കഴിയുന്നതിനേക്കാളും, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ചാർച്ചക്കാർക്കും പാസ്റ്റർക്കും അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും മൂപ്പന്മാർക്കും ഒക്കെ നമ്മോട് സംസാരിക്കാൻ കഴിയുന്നതിനേക്കാളും, നമ്മെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും ആഴവും സുതാര്യവും വ്യക്തവും ആശ്വാസപ്രദവുമായി സംസാരിക്കാൻ കഴിയുന്നത് ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം മാത്രമാണ് എന്ന് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് ഈ സബ്ജക്റ്റ് ഞാൻ എടുക്കാനുള്ളതിൻ്റെ പ്രധാന നിയോഗവും അതൊക്കെ തന്നെയാണ്. ഈ ലോകത്തിൽ ഒത്തിരി പേർ കഷ്ടം അനുഭവിക്കുന്നുണ്ട്. ഒരു വിടുതൽ വചനം കേട്ടും ഒരാശ്വാസ വചനം കേട്ടും നമ്മളിൽ പലരും ആശ്വസിക്കുന്നുണ്ട്. പലർക്കും അത് ദൈവശക്തി തന്നെയാണ്, പലർക്കും വിടുതൽ തന്നെയാണ്, പലർക്കും സൗഖ്യം തന്നെയാണ്. എന്നാൽ ശാശ്വതമായ നിലകളിൽ ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ്റെ കാലിടറിപ്പോകാതെ, മനസ്സിടറിപ്പോകാതെ, ചിന്ത ഇടറിപ്പോകാതെ, വീക്ഷണങ്ങൾ ഇടറിപ്പോകാതെ, ദർശനം ഇടറിപ്പോകാതെ അവന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരാത്മീയന്റെ ജീവിതത്തിലെ കഷ്ടത എന്ന് പറയുന്നത് അവൻ്റെ സാമ്പത്തിക മേഖല മാത്രമോ, ആരോഗ്യ മേഖല മാത്രമോ, പ്രാർത്ഥനാ മേഖല മാത്രമോ, വിശ്വാസ മേഖല മാത്രമോ, അവൻ്റെ യാത്രകളുമായി ബന്ധപ്പെട്ട് മാത്രമോ, ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമോ അല്ല. ഇതൊന്നും അല്ലാതെയുമല്ല, ഇത് മാത്രവുമല്ല എന്ന് വേദപുസ്തകം തന്നെ ആത്മാവിൻ്റെ അർത്ഥത്തോടെയും കയ്യൊപ്പോടുകൂടെയും നമുക്ക് ഓരോരുത്തർക്കും ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അതിനെ എല്ലാറ്റിനെയും, ഞാൻ ഈ പറഞ്ഞതും അതിന് പുറത്തുള്ളതും ആയിട്ടുള്ള എല്ലാറ്റിനെയും പരിഹരിക്കുവാൻ യാക്കോബിനെ പോലെ ഒരു അപ്പോസ്തലൻ എൻ്റെയും മാന്യ സുഹൃത്തിൻ്റെയും മുൻപിൽ വെൽക്കുന്ന ഏക പോംവഴി, ഒരൊറ്റ ഫോർമുല, ഒരൊറ്റ കീ പ്രാർത്ഥന എന്നത് മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തു പല ദിവസവും തൻ്റെ ഭക്ഷണങ്ങൾ മാറ്റിവെച്ചു, പല ദിവസവും തൻ്റെ ഭക്ഷണം മാറ്റിവെച്ചു, പല ദിവസവും തൻ ശുശ്രൂഷകൾ മാറ്റിവെച്ചു, പല ദിവസങ്ങളിലും തൻ ശുശ്രൂഷകൾ മാറ്റിവെച്ചു, പല ദിവസങ്ങളിലും തൻ മനുഷ്യനെ കാണാതെയിരുന്നു, പല ദിവസങ്ങളിലും തൻ്റെ അമ്മയപ്പന്മാരോട് വർഷങ്ങളോളം താൻ അകന്നു നിന്നു. യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. കാരണം യേശു ജനിച്ചതിന് ശേഷം ഒരു ദീർഘമായ കാലയളവിൽ യേശുവിനെ കുറിച്ച് യാതൊരു തെളിവും വിശുദ്ധ ബൈബിൾ നൽകുന്നില്ല. അപ്പോൾ ശിഷ്യന്മാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് യേശു മാറി നിന്നു, ജനവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് യേശു മാറി നിന്നു. ആ കാലയളവിലും യേശു കർത്താവ് പ്രാർത്ഥനയിൽ നിന്ന് മാറി നിന്നില്ല എന്ന ഒരു വലിയ സത്യം നാം വിസ്മരിച്ചുകൂടാ. സുഹൃത്തേ, നമ്മളൊക്കെ പലപ്പോഴും കഷ്ടത്തെക്കുറിച്ച് ഉയർത്തുകയും ഭാരങ്ങളെക്കുറിച്ച് വിതുമ്പുകയും
നിരാശകളെയും നഷ്ടത്തെക്കുറിച്ചും ബോധവാന്മാരാകുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ വളരെ മർമ്മപ്രധാനമായ ഈ ഒരു സത്യം ലക്ഷോപലക്ഷം അഭിഷിക്ത ദൈവദാസന്മാർ പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടിരിക്കുന്ന പല വചനങ്ങൾ മാറി മാറി കേട്ടിറങ്ങി പോകുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഏറ്റവും അവസാന സ്ഥാനം കൊടുത്തിരിക്കുന്നതും ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ നാളെ ആകട്ടെ പിന്നീടാകട്ടെ എന്ന് കരുതുന്നതുമാകുന്ന ഏറ്റവും 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 വില കുറഞ്ഞതായി നാം കാണുന്ന ഒരേ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സോ നമുക്ക് എങ്ങനെ കഷ്ടകാലത്തെ അല്ലെങ്കിൽ കഷ്ടതയെ മറികടക്കാൻ കഴിയും ഇങ്ങനെയാണെങ്കിൽ എന്ന് നാം ഈ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് തെറ്റില്ല. ചിന്തിച്ചുത്തരം കിട്ടിയാൽ അതെന്റെ ആത്മീയ ജീവിതത്തിന്റെ ഫ്യൂവൽ ടാങ്ക് നിറയുക മാത്രമേ ഉള്ളൂ. എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ഫ്യൂവൽ ടാങ്ക് നിറയുക മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഇന്ധനം വളരെ തന്നെ ചോർച്ച സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ആത്മീയ ജീവിതം ഉന്തിയും തള്ളിയും പലപ്പോഴും ഓഫ് ചെയ്തിട്ടുമൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ കുത്തി നിറച്ച, ആരൊക്കെയോ പായ ചവിട്ടിക്കീറിയും ദൈവത്തോട് നിലവിളിച്ചുമൊക്കെ പ്രാപിച്ചെടുത്ത അഭിഷേകത്തിലും അവർക്ക് ബാലൻസ് നിൽക്കുന്ന ഇന്ധനത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥന ചോദിച്ചു വാങ്ങി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു സത്യവും കൂടെ ഞാൻ ഈ സമയം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഈ അവസ്ഥകളിൽ നിന്ന് പുറത്തു വരണ്ടേ? ഈ അവസ്ഥകളിൽ നിന്ന് ജയിക്കണ്ടേ? ഈ അവസ്ഥകളെ തരണം ചെയ്യണ്ടേ? രക്ഷപ്പെടണ്ടേ? സ്വർഗനാടെത്തണ്ടേ? ആത്മീയ ജീവിതത്തിൽ ഒരു വില വേണ്ടേ? ജീവിതത്തിനകത്ത് എന്തിന് യേശുവിനെ സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് നിങ്ങൾക്കൊരു ഉത്തരം കൊടുക്കണ്ടേ? എല്ലാ കാലവും കഷ്ടതയുടെ സാക്ഷ്യം പറയുന്ന അനുഭവത്തിൽ നിന്ന് ഒരു ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും വിടുതലിന്റെയും സാക്ഷ്യം നിങ്ങൾക്ക് പറയണ്ടേ? യേശു കർത്താവ് മാറ്റിവെക്കാത്തതും ആ പകർച്ചകൾ ഏറ്റുവാങ്ങിയതുമാകുന്ന ശിഷ്യഗണങ്ങൾ യേശുവിന്റെ കാലശേഷം അതിശക്തന്മാരായ പ്രാർത്ഥനാ പോരാളികളും അതിശക്തന്മാരായ ശുശ്രൂഷകന്മാരുമായി മാറി. ഞാൻ ആത്മീയ ആലോചന കൈമാറട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ലോകത്തിൽ പ്രാപിക്കുന്നെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം പ്രാപിക്കണം. പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം പ്രാപിക്കണം. ഈ പകർച്ചയെ ചോദിച്ചു വാങ്ങി ദൈവത്തിന്റെ വേല ചെയ്യവേ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ തിരുവെഴുത്തിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് വളരെ സ്ഥിരത പൂണ്ടിരുന്ന, പ്രാർത്ഥനയിൽ അല്പം പോലും കുറവ് കാണിക്കാത്ത, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്ത സമയങ്ങൾ തന്നെയില്ലാത്ത, ആരുടെ മുഖത്തു നോക്കിയും നെഞ്ചു നിവർന്നു നിന്ന് നിങ്ങളെക്കാൾ ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിഞ്ഞിരുന്ന അപ്പോസ്തലനാകുന്ന പൗലോസ്ലീഹായുടെ ചില ദിവസങ്ങളിലെ ഉറക്കങ്ങൾ കാരാഗ്രഹത്തിനകത്തായിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്നവന്, പ്രാർത്ഥനയ്ക്കകത്ത് കുറവ് വരുത്താത്തവന് കഷ്ടപ്പാടിന്റെയോ കാരാഗ്രഹത്തിന്റെയോ ഇരുട്ടറകളുടെയോ അവസ്ഥകളില്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്നാൽ പ്രാർത്ഥിച്ച് ആത്മാവിന്റെ ശക്തിയോടെ നിൽക്കുന്ന ഒരുവനെ കാരാഗ്രഹത്തിനകത്തും ഇരുട്ടിനകത്തും കഷ്ടത്തിനകത്തും പിടിച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. അവനെ തേടി കാരാഗ്രഹം തുറന്നിരിക്കുമ്പോൾ, അവനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഇരുട്ട് വിരിഞ്ഞിരിക്കുമ്പോൾ, അവനെ ഒതുക്കാനും അവനെ നിർത്തിക്കളയാനും അവന്റെ ശുശ്രൂഷകളാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, അവൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളാകട്ടെ, എല്ലാറ്റിനെയും തകർത്ത് കളയാൻ കഷ്ടങ്ങൾ അതിൻ്റെ വായ പിളർന്നിരിക്കുമ്പോൾ, അവനെ അതിനകത്ത് പിടിച്ചു എന്ന് തോന്നിയാലും, ഒതുക്കി എന്ന് തോന്നിയാലും, കടിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് തോന്നിയാലും, ആത്മാവിന്റെ ശക്തിയാൽ അവനെ അതിനകത്തൊന്നും പിടിച്ചു വെക്കുക സാധ്യമല്ല എന്നുള്ളത്
വിശുദ്ധ ബൈബിൾ അടയാള സഹിതം നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്നിരിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ദൈവവേലയിൽ വ്യാപൃതനായിരുന്ന പൗലോസിനെയും ശീലാസിനെയും അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 16-24. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത്തോടെ പൂട്ടണം, വളരെ ശ്രദ്ധിച്ചു പൂട്ടണം. ലോക്കപ്പ് ചാടാൻ വരെ ശക്തിയുള്ള കൂട്ടമാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു പൂട്ടണം എന്ന് കൽപ്പന ഇപ്പൊ പുറപ്പെട്ടിരിക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ ആത്മീയ മക്കൾക്ക് നേരെ, പ്രാർത്ഥിക്കുന്നവന് നേരെ ഇങ്ങനെയും ഒരു കൽപ്പന വരും. പുറത്ത് തടവില്ലാഞ്ഞിട്ടല്ല, പുറത്ത് കാരാഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പുറത്ത് ആമം ഇല്ലാഞ്ഞിട്ടല്ല, ചങ്ങല ഇല്ലാഞ്ഞിട്ടല്ല, ലോക്കപ്പ് ഇല്ലാഞ്ഞിട്ടല്ല. ഇവൻ എങ്ങാനും പ്രാർത്ഥിച്ച് ചാടുവോ എന്നുള്ള പേടി കൊണ്ട് അകത്തിട്ട് പൂട്ടണമെന്ന കൽപ്പന എന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റാ ഓർഡർ. പ്രതിസന്ധി കുറച്ച് ടൈറ്റാ, കുറച്ച് കഠിനമാ. ഇത് ചെറു പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവന് ഈ ലോക്കപ്പ് ചാടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ഈ പൂട്ട് തുറക്കുന്ന കാര്യം, ചെറു പ്രാർത്ഥനകൾ, അഡ്ജസ്റ്റ്മെന്റ് പ്രാർത്ഥനകൾ, സമാധാന പ്രാർത്ഥനകളൊക്കെ നടത്തുന്നവർക്ക് ഈ പൂട്ടഴിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഈ കൽപ്പനകൾ പലതും മാറി വരും. പിശാചിന്റെ പ്രവൃത്തികൾ എന്നും ഒരുപോലല്ല വരുന്നത്, എന്നും ഒരേ ദിക്കിലൂടെ അല്ല വരുന്നത്, ഒരേ രീതിയിലല്ല വരുന്നത്, ഒരേ വിഷയത്തിലല്ല വരുന്നത്. സാത്താന്റെ പ്രവൃത്തികൾ അവൻ അല്പസമയം ഉള്ളത് കൊണ്ട് അവൻ എങ്ങനെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുമോ ആ നിലകളിലെല്ലാം അവനത് ചെയ്യും. പ്രാർത്ഥിക്കുന്ന മക്കൾ ഉറങ്ങിയാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ അടങ്ങിയിരിക്കത്തില്ല. സൂക്ഷ. പ്രാർത്ഥിക്കുന്ന മക്കൾ ചിലപ്പോൾ ഒരു ദിവസം പ്രാർത്ഥന അടച്ചു വെച്ചിട്ട് കിടന്നുറങ്ങും. പക്ഷേ അല്പസമയമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായി ബോധവാനായ സാത്താൻ അവൻ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥിക്കുന്നവന്റെ പുറകെ കൊണ്ട് അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെ ഉള്ളവന് ഈ ഒരു കൽപ്പനയെ ജയിക്കാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത്രയും ക്ഷീണാവസ്ഥയിലും അസ്വസ്ഥതകളിലും വീർപ്പുമുട്ടലിലുമായിരിക്കുന്ന പൗലോസും ശീലാസും കൽപ്പനയുടെ കഠിനത എന്തെന്ന് തിരിച്ചറിഞ്ഞ് പൂട്ടിയിരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കി എത്ര കഠിനമേറിയ ഒരു അനുഭവത്തിനകത്താണ് താങ്കൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഇത് പുറത്ത് കടക്കേണ്ടത് ആരുടെയും പേര് പറഞ്ഞിട്ടോ കൈസരെ അഭയം ചൊല്ലിയിട്ടോ ഒന്നും അല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ രണ്ട് മനുഷ്യന്മാർ ചെയ്ത പ്രവൃത്തികൾ വളരെ വിചിത്രമാണ്. എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ്. അവരൊരേ സമയം എത്ര ബന്ധനത്തിനകത്താണെന്ന് നിങ്ങൾ ഈ വചനം വായിച്ചപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന്, അവർ നിയമം എന്ന ബന്ധനത്തിനകത്താണ്. നിയമം എന്ന ബന്ധനത്തിനകത്താണ്. രണ്ട്, കൽപ്പന എന്ന ബന്ധനത്തിനകത്താണ്. മൂന്ന്, തടവ് എന്ന ബന്ധനത്തിനകത്താണ്. നാല്, കാരാഗ്രഹത്തിന്റെ അനുഭവം, അതിനകത്ത് കയറുമ്പോഴേ അറിയുള്ളൂ, എന്ന ബന്ധനത്തിനകത്താണ്. അഞ്ച്, ചങ്ങല എന്ന ബന്ധനത്തിനകത്താണ്. ആറ്, ആമത്തിന്റെ അകത്താണ്. അവരുടെ കാല് ആമം ഇട്ട് പൂട്ടി വെച്ചിരിക്കുക, അകത്താണ്. മേത്ത് ചങ്ങലയുണ്ട്, ഒക്കെയാണ്. ഇനി അങ്ങോട്ട് കൂടുതൽ ചിന്തിച്ചാൽ കൂടുതൽ കാര്യങ്ങളെ നമുക്ക് അതിനകത്തുനിന്ന് വെളിപ്പെട്ട് വരും. ഇനി അസൗകര്യം എന്ന ബന്ധനത്തിനകത്താണ്. കാരണം ജയിലറ എന്ന് പറയുമ്പോൾ AC റൂമല്ല, അതിനകത്ത് കൂനി കുത്തി നിൽക്കേണ്ട ഒരു കൊച്ചു ഒരു കൽവെട്ടാണത്, കൽവെട്ടാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ കൂനി കുത്തിയാണ് നിൽക്കേണ്ടത്. തല നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല, തല മുട്ടും. അതുകൊണ്ട് കൂനിയാണ് നിൽക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ മുട്ടുമേലിരിക്കാനേ പറ്റൂ. മുട്ടുമേലിരിക്കാൻ പറ്റുമോ കാലെങ്ങനെ വെച്ചാ? ഇത്രയും അവസ്ഥകൾക്കകത്താണ് അവരായിരിക്കുന്നത്. ദൈവമക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 5 മിനിറ്റ്
ഈ കൈ നിങ്ങൾക്കൊന്ന് അനക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാൻ പറ്റുമോ? ഒരു ഭാരവും എടുത്തില്ലെങ്കിലും ഒരു പണിയും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ കൈ അറിയാതെ ഒന്ന് നിവർന്നാ മതി എന്ന് ആഗ്രഹിക്കും. കാരണം എന്നാ? ഇങ്ങനെ ഇരിക്കാൻ വയ്യ. ഈ സാഹചര്യത്തിൽ മണിക്കൂറുകളോളം ഒരാമത്തിനകത്തിട്ട് പൂട്ടുക, നിവർന്നു നിൽക്കാൻ കഴിയാത്ത അനുഭവത്തിനകത്താക്കുക, വായു സഞ്ചാരം കുറഞ്ഞ ഒരു അനുഭവത്തിൽ കിടക്കുക, ഇരുട്ടറയ്ക്കകത്തായിരിക്കുക, ശ്വാസം മുട്ടുന്ന അനുഭവത്തിലായിരിക്കുക എന്ന് പറയുന്ന ഈ സമ്മർദ്ദം എത്ര ഭീകരമാണ്! ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ എത്ര ഭീകരമാണ്. ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ അതിനേക്കാൾ അധികം ഭീകരമാണ്. യാഥാർത്ഥ്യത്തിലേക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാൾ ഭീകരമാണ്. ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച അപ്പോസ്തലൻ ഉപവഴികൾ എന്തുണ്ട് എന്ന് തിരഞ്ഞില്ല, താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നെ ചിന്തിപ്പിച്ച കാര്യം, മിനിസ്ട്രിക്ക് ലോക്ക് വീണു, ദൈവമക്കളെ കാണാനുള്ള സ്വാതന്ത്ര്യത്തിന് ലോക്ക് വീണു, സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, പ്രസംഗം നിലച്ചു, എല്ലാം നിലച്ചു. പക്ഷേ പ്രാർത്ഥനയെ മാത്രം ലോക്കിടാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രാർത്ഥനയെ ലോക്കിടാൻ കഴിഞ്ഞില്ല. ഒരു വ്യക്തിക്ക് വായെടുത്തും പ്രാർത്ഥിക്കാം, അവൻ്റെ ഹൃദയം കൊണ്ടും പ്രാർത്ഥിക്കാം. എത്ര തളർന്ന അവസ്ഥയിലാണെങ്കിലും പിശാചിന് ലോക്ക് ചെയ്യാൻ പറ്റാത്ത ഒറ്റ കാര്യമുള്ളൂ, അത് പ്രാർത്ഥനയാണ്. അതങ്ങനെ തുറന്നു വെച്ചിരിക്കുക ദൈവം. അതിനങ്ങനെ ഒരു സ്വാതന്ത്ര്യം കർത്താവ് കൊടുത്തു. ഓക്കെ, ഓഡിയബിൾ അല്ലേ? കേക്കാലോ? കേക്കാന്നോ? കേക്കാലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഷൽബ്രാ പവർ കരബാസിയ ധരബ ലബാന ഹംതുനി ഷഠേലി അൽബുദ റിഗാസിയാർത്തുന ലമേനയാംശന രഖേധരാരബ സിയാർത്തുനാലെ. ഓക്കെ, അപ്പൊ എത്ര കഠിനതകളുടെ നടുവിലും ഒരു വ്യക്തിയെ പൂട്ടാൻ കഴിയാത്തതായി ഞാൻ കണ്ടിരിക്കുന്നത് അവൻ്റെ പ്രാർത്ഥനകളെയാണ്. ഞാൻ ചുരുക്കട്ടെ, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു. എൻ്റെ ചിന്തയും എൻ്റെ ആലോചനയും ഒക്കെ പോയത് ഇങ്ങനെയാണ്. ഈ ദൈവത്തെ അറിഞ്ഞതിൻ്റെ പേരിലാണ് അവർ ലോക്കപ്പിൽ കയറിയത്. ഇത്രയും ഭാരിച്ച നിയമങ്ങൾ അവരുടെ മേൽ ചുമത്തപ്പെട്ടത്. ഈ ഒരവസ്ഥയിൽ അവർ തുടരാനുള്ളതിൻ്റെ കാരണവും അത് തന്നെയാണ്. ഈ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടാണ്, ഈ ദൈവനാമത്തിലാണ്. എന്നിട്ടും ഈ സത്യം മനസ്സിലാക്കി ഇതിനെ ഓവർകം ചെയ്യാൻ അവരെടുത്ത ടൂൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. എന്തിനാണ് ഇന്ന് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇത്ര ആഴത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഇതിനകത്ത് പ്രാർത്ഥിച്ച് മടുത്തുപോയ ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥിച്ചിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രാർത്ഥിച്ചാൽ മതിയോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നോട് പലരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഇതൊന്ന് ഓവർകം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പാസ്റ്റർ ഒന്ന് പറയണം. അതിനകത്ത് എന്ത് തന്നെ വലിയ പ്രശ്നമാണെങ്കിലും, ഒരു സാധാരണ പ്രശ്നമാണെങ്കിലും എന്നിൽ നിന്ന് കേൾക്കാൻ ഒരേ ഒരു ഉത്തരമേ ഉണ്ടാവുള്ളൂ, പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ ലോകത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നവന് ലോകത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്യാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, രൂപാന്തരങ്ങൾ വരുത്താൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, സൗഖ്യമാക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, എഴുന്നേൽപ്പിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, നിവർത്താൻ പ്രാർത്ഥനയ്ക്ക് കഴിയും, ഭൂതങ്ങളെ പുറത്താക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രാർത്ഥനയ്ക്ക് കഴിയാത്തതായിട്ടൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിലും പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാമോ? അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ ഇനി ആ സമയങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഞാൻ വളരെ ലളിതമായി പറയുന്നു,
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർ എവിടെയായിരുന്നു, എത്ര അകത്തായിരുന്നു, എത്രത്തോളം സെല്ലുകൾ കടന്ന് ഏറ്റവും ഉള്ളറകളിൽ അവർ ആയിരുന്നു, ആ ഉള്ളറയിൽ വരെ ഇറങ്ങി വരുവാൻ തക്കവണ്ണം അവരുടെ പ്രാർത്ഥന ഫലിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തേ, സാധാരണ ഒരു പ്രശ്നമായിരിക്കത്തില്ല നിങ്ങൾ അനുഭവിക്കുന്നത്. സാധാരണ ആൾക്കാർ അനുഭവിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കത്തില്ല നിങ്ങൾ അനുഭവിക്കുന്നത്. സമസ്വഭാവമുള്ള പ്രശ്നങ്ങൾ എന്ന് പറയാമെങ്കിലും അതിനകത്തുള്ള വിങ്ങലുകൾക്ക് ഭയങ്കര ആഴവും വേദനയുമുള്ള പല പ്രശ്നങ്ങൾക്കകത്തുകൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. ഒത്തിരി പോരാട്ടങ്ങൾക്കകത്തൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. എനിക്ക് അവരോട് എല്ലാ പേരോടുമായി എനിക്ക് ഈ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: എത്ര ഉള്ളറകൾക്കകത്ത് നമ്മൾ ബന്ധിക്കപ്പെട്ടാലും, സാത്താൻ എത്ര ഉള്ളറകൾക്കകത്ത് നമ്മയൊക്കെ ബന്ധിച്ചാലും, അതിൻ്റെ അകത്തേക്ക് ഒരുവന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് ദൈവപ്രവൃത്തിയെ വിളിച്ചിറക്കാനും അവൻ്റെ നിയമങ്ങളെ, ഇരുട്ടറകളെ, തുറുങ്കിനെ, ആമത്തെ ചങ്ങലകളെ, അവൻ്റെ സ്വാതന്ത്ര്യമില്ലാത്ത അനുഭവങ്ങളെ എല്ലാം പൊട്ടിച്ചു പുറത്തു കൊണ്ടുവരുവാൻ ഒരുവൻ്റെ ശക്തിയേറിയ പ്രാർത്ഥനയ്ക്ക് കഴിയും എന്നുള്ളതാണ്. കഷ്ടകാലത്തെ മറികടക്കാൻ, കഷ്ടസമയത്തെ തരണം ചെയ്യാൻ, കഷ്ടത്തിൽ നമുക്ക് പുറത്തു വരാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്നുള്ളൂ. അത് യാഗമർപ്പിക്കാനല്ല, അത് പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥനയാകുന്ന യാഗം ദൈവസന്നിധിയിൽ അർപ്പിക്കാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും ഈ തിരുവെഴുത്തിലൂടെ നൽകുന്ന ആഹ്വാനം. ഇന്ന് പ്രാർത്ഥിച്ചു മടുത്തുപോയവരോട് ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിതത്തിൽ അവരെ രക്ഷിക്കാൻ പ്രാർത്ഥനകളിൽ ദൈവം അയച്ചത് മനുഷ്യനെ അല്ല. പ്രാർത്ഥനകളിൽ ദൈവം അയച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. ഇന്ന് നിങ്ങളേതൊരനുഭവത്തിനകത്തായിക്കോട്ടെ, നിങ്ങളും ഈ വചനം പോലെ കഷ്ടത്തിനകത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട കുടുംബം തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരനുഭവത്തെ നൽകി തരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. എത്ര ദൈവമക്കൾക്ക് ഇന്ന് വിശ്വാസമുണ്ട് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യുമെന്ന്? എത്ര ദൈവമക്കൾക്ക് പ്രതീക്ഷയുണ്ട് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യുമെന്ന്? എൻ്റെ ജീവിതത്തിലും കർത്താവ് ആ വലിയ പ്രവൃത്തി ചെയ്യുമെന്ന്? അങ്ങനെയുള്ള ദൈവമക്കൾ ഈ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ഷാൽമ ഹഥുനി റിയാന്ത ലബാഥ നാസെ ഖേനോ റബോഷെ ഖേനോ റാൽ ബ്രേ സബേൻ ധാ റിബോസ്തേ ശഥേന റാം സഥോ ലഖേന thബോസ്തി റബൽ കരേനി മഹസ്ത. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ പിതാവേ, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ ജനത്തിൻ്റെയും ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് സംഭവിക്കേണ്ടതിന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ആഴവും അസാധാരണവുമായ ഒരു ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കട്ടെ. ആഴവും അസാധാരണവുമായ ഒരു ദൈവപ്രവൃത്തി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനങ്ങൾ ഈ സമയം മുതൽ ഉണ്ടായി തുടങ്ങട്ടെ. കർത്താവേ, അകത്തളങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പല നിലകളിൽ, പല രീതികളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇന്ന് ഈ പ്രാർത്ഥനാസ്മരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു ദൈവിക ഇടപെടൽ, ആരും ജീവിതത്തിൽ ഇടപെടാനില്ലാതിരിക്കുമ്പോൾ, ആശ്വസിപ്പിക്കാൻ കടന്നു വരാൻ തയ്യാറാകാതിരിക്കുമ്പോൾ പലരും കണ്ടിട്ട് മാറിപ്പോകും. മറക്കാനാകാത്ത ഒരു ഇടപെടൽ എൻ്റെ ദൈവത്താൽ ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന്
ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് ഞങ്ങൾ ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സാത്താനീയ നുകങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. എല്ലാ ഇരുട്ടിൻ ശക്തികളും യേശുവിൻ നാമത്തിൽ തകരട്ടെ. എല്ലാ അന്ധകാരത്തിൻ്റെ പ്രതികൂലങ്ങളും യേശുവിൻ നാമത്തിൽ തകരട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. ഇരുട്ടിൻ്റെ പാശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ ആഴമേറിയ സ്പർശനങ്ങൾ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് അയക്കുന്നതാകയാൽ സ്തോത്രം. ഈ ജനത്തെ ഞാൻ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവം പ്രാർത്ഥന കേട്ടിരിക്കയാൽ, ഇവരെ അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം വലിയ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ചെയ്യാൻ തക്കവണ്ണം വിശ്വസ്തനുമാണ്. മറ്റുള്ളവർ കൂടെ ഈ സന്ദേശം നിങ്ങൾ കൈമാറുക. ദൈവത്തിൻ്റെ ശക്തിയിൽ നിറഞ്ഞു നിൽക്കുക. മടുപ്പുകളെയും അസ്വസ്ഥതകളെയും തരണം ചെയ്യാൻ പ്രാർത്ഥനയാകുന്ന പർവ്വതത്തിലേക്ക് കയറുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത അനുഭവങ്ങൾ നൽകാൻ തക്കവണ്ണം അവിടുന്ന് വിശ്വസ്തനാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി ദൈവം നിങ്ങളുടെ മുമ്പിൽ അയക്കേണ്ടതിനായി നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവജനത്തോടും കേട്ട വചനത്തോടും സകല വിശുദ്ധന്മാരോടും ഇന്നും എന്നും കർത്താവിൻ്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം നൽകിയ ദൈവത്തിന് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.